الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يأتل أولي الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. മുസ്ലിം സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് നടന്ന പോലെ നിങ്ങളോട് ഉദ്ദേശിക്കുന്നു. വിശുദ്ധ റമളാനിന്റെ അവസാന നാളുകളിലാണുള്ളത്. ഏറ്റവും പുണ്യം നിറഞ്ഞ ദിനങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ നോമ്പിന്റെ പുണ്യം പൂർണ്ണമായും ലഭ്യമാക്കി റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. ഒരുപാട് ആശങ്കകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. യുദ്ധത്തിന്റെയും അധിനിവേശത്തിന്റെയും ഭീതിയുടെയും ഒക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അശാന്തിയും അസമാധാനവും ഒക്കെ മാറ്റി ശാന്തി നിറഞ്ഞ നന്മ നിറഞ്ഞ ഒരന്തരീക്ഷം അല്ലാഹു പ്രദാനം ചെയ്ത് നൽകിയിരിക്കുമാറാകട്ടെ. നോമ്പ് മനുഷ്യനിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കണം. ക്ഷമയും വിട്ടുവീഴ്ചയും മാപ്പും കാരുണ്യവും സഹാനുഭൂതിയും ഒക്കെ ഒരു മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത്. ഹിജ്റ 5-ാം വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ്. അന്ന് ആ യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് പ്രവാചകന്റെ ഭാര്യയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കായിരുന്നു. യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് മദീനയിലേക്ക് തിരിക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ യുദ്ധം നടന്ന സ്ഥലത്ത് വല്ലതും അവശേഷിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ചുമതല സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. സഹാബികളും പ്രവാചകനൊക്കെ മടങ്ങിയപ്പോൾ സഫ്വാൻ ആ സ്ഥലത്തെത്തി. ആ സ്ഥലത്തെത്തിയപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ട ഉടനെ സഫ്വാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും അത് കേട്ട് ആയിഷ റളിയല്ലാഹു ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ സഞ്ചരിച്ചിരുന്ന ഒട്ടകം, ആ ഒട്ടകത്തിന്റെ പുറത്ത് ആ ഒട്ടകക്കട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട് എന്ന
വിശ്വാസത്തോടെ ഒട്ടകവും മദീനയിലേക്ക് പോയി. സഫ്വാൻ ആയിഷ റളിയല്ലാഹുവിനെ സുരക്ഷിതമായി മദീനയിൽ എത്തിച്ചു. ഈ സംഭവം മുനാഫിക്കുകൾ ഒരായുധമാക്കി. സഫ്വാനും ആയിഷയും അവർക്കിടയിൽ അപവാദങ്ങൾ പ്രചരിച്ചു. മദീനയാകെ കലുഷിതമായി. ആ മുനാഫിക്കുകളുടെ കൂടെ കുറെ സഹാബികളും പങ്കുചേർന്നു. അക്ഷരാർത്ഥത്തിൽ മദീന നിശ്ചലമായി. അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞു, റസൂലുള്ളാഹി വിഷമിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ കണ്ണുനീരൊഴുക്കി വീട്ടിൽ പോയി. അവസാനം വിശുദ്ധ ഖുർആൻ വഹയിലൂടെ ആയിഷ റളിയല്ലാഹുവിന്റെ നിരപരാധിത്വം തെളിയിച്ചു. മുനാഫിക്കുകളൊക്കെ നിശബ്ദരായി. എന്നാൽ ഈ അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ച ആളിൽ പ്രമുഖരായ സഹാബികളിൽപ്പെട്ട ഒരാളുണ്ടായി. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത, എപ്പോഴും ഇസ്ലാമിന്റെ സജീവമായ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹു. ആ മിസ്തഹിന് എല്ലാ സാമ്പത്തിക സഹായവും നൽകിയിരുന്നത് അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മുതൽ മിസ്തഹിന് ഞാനൊരു സഹായവും നൽകുകയില്ല. ആ സമയത്ത് വിശുദ്ധ ഖുർആൻ അബൂബക്കർ സിദ്ദീഖിന്റെ ആ തീരുമാനത്തെ തിരുത്തിക്കൊണ്ട് ഒരായത്ത് ഇറക്കി. നിങ്ങളിൽപ്പെട്ട ശ്രേഷ്ഠവാന്മാരായ ആളുകൾ, നിങ്ങളിൽപ്പെട്ട കഴിവുള്ള ആളുകൾ സത്യം ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും പാവപ്പെട്ടവരും അടുത്ത ബന്ധുക്കളുമായ ആളുകൾക്ക് ഒന്നും നൽകുകയില്ല എന്നുള്ള ശപഥം ചെയ്യാൻ പാടില്ല. നിങ്ങളവർക്ക് മാപ്പ് കൊടുക്കണം, നിങ്ങളവർക്ക് പുറത്തു കൊടുക്കണം. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങളും ഇഷ്ടപ്പെടുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹ് പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. റമളാനിന്റെ വേളകളിൽ, അവസാനത്തെ നാളുകളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു. പടച്ചവനേ, ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്, ഒരുപാട് കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്, നീ പുറത്തു തരണമെന്ന് പതിരാക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികളൊക്കെ. ഇവിടെയാണ് അല്ലാഹുവിനോട് പൊറുക്കലിൽ തേടുന്ന നമ്മൾ നോമ്പിലൂടെ നേടിയെടുത്തിട്ടുള്ള വിനയവും വിട്ടുവീഴ്ചയും ഇനിയുള്ള നമ്മളുടെ ജീവിതത്തിൽ കാണിക്കണം. കുടുംബവുമായി തെറ്റിക്കിടക്കുന്നവർ, അയൽപക്കക്കാരുമായി നിസ്സാര പ്രശ്നങ്ങൾക്ക് അവരുമായി മിണ്ടാതിരിക്കുന്നവർ, നിസ്സാരമായ കാര്യങ്ങൾക്ക് ജ്യേഷ്ഠാനുജന്മാർ പോർക്കളമായി മാറിയ സാഹചര്യം. ഇവിടെയാണ് വിശ്വാസികൾ ആലോചിക്കേണ്ടത് നോമ്പ്. ആ നോമ്പ് നൽകിയ വിട്ടുവീഴ്ച, ആ നോമ്പ് നമുക്ക് സമ്മാനിച്ച ക്ഷമ, ആ നോമ്പ് നമുക്ക് സമ്മാനിച്ച മാപ്പ്, അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ എന്ന് റമളാനിന്റെ അവസാന വേളകളിലെത്തിയ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മൾ ആരും അറിയാതെ, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ഈ ഭൂമിയിലേക്ക് നമ്മളൊക്കെ കടന്നു വന്നത്. എപ്പോൾ കടന്നു വരുന്നു എന്ന്, എപ്പോഴാണ് ഞാൻ കടന്നു വരേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടല്ല നമ്മൾ ആരും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ
4 മാസം പ്രായമായപ്പോൾ അള്ളാഹു നമുക്ക് ജീവൻ നൽകി. നമ്മൾ വിചാരിച്ചു നമ്മുടെ ലോകം ആ ഗർഭാശയമാണ്. ഉമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെ സമയാസമയം നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം ലഭിച്ചു. ആ ഗർഭാശയത്തിൽ തിരിഞ്ഞും മറിഞ്ഞും നമ്മൾ കിടന്നു. ഒരു കമ്പിളി പുതപ്പിനുള്ളിൽ കിടക്കുന്നത് പോലെ തണുപ്പ് പറ്റാതെ ചൂടേൽക്കാതെ സുഖമായി ആ ഗർഭാശയത്തിൽ കിടന്ന് നമ്മൾ വിചാരിച്ചു എന്റെ ലോകം ഈ ഗർഭാശയമാണ് എന്ന്. പക്ഷെ അള്ള പറഞ്ഞു, 9 മാസം പ്രായമായപ്പോൾ നിനക്ക് മറ്റൊരു ലോകത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോഴും ശിശുവായി നമ്മൾ പറഞ്ഞു, ഇതിലും വലിയൊരു ലോകമോ? എനിക്കെല്ലാ സംരക്ഷണവും കിട്ടുന്ന, എനിക്കെല്ലാ സുഖസൗകര്യങ്ങളും കിട്ടുന്ന, എനിക്കെല്ലാ നേരവും സുഭിക്ഷമായി പോഷകാഹാരങ്ങൾ ലഭിക്കുന്ന ഇവിടെ നിന്ന് മറ്റൊരു ലോകം പോലും. അതെ, 9 മാസം കഴിഞ്ഞപ്പോ ഒരു സമയത്തിയപ്പോ നമ്മൾ ഒരു ലോകത്തേക്ക് എത്തി. ഗർഭാശയത്തെക്കാൾ വിശാലമായ ലോകം നമ്മൾ കണ്ടു. ഇവിടെ എത്തി നമ്മൾ കരഞ്ഞപ്പോ നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ നോക്കി അങ്ങ് ജീവിച്ചു. നമ്മൾ കുറച്ചു കാലം അവിടെ അങ്ങനെ ജീവിച്ചു. ഈ ഭൂമിയിലെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് അങ്ങനെ കഴിയും. ആ കഴിയുന്നതിനിടയ്ക്ക് നമ്മളോട് പലരും പറഞ്ഞു, ഇനിയും കുറെ ലോകങ്ങളുണ്ട് നിനക്ക് പോകാൻ. നീ ഗർഭാശയത്തിൽ നിന്ന് വന്നതുപോലെ ഇടുങ്ങിയ ലോകമുണ്ട്. ആ ഇടുങ്ങിയ ലോകത്തിന് ശേഷം മറ്റൊരു വിശാലമായ ലോകമുണ്ട്. കുറെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു, കുറെയൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അത് സത്യമാണ് എന്ന് ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ മനസ്സിലായി. ഖുർആൻ പറഞ്ഞു, കല്ല ഇദാ ബലഗത് തറാഖി. ആ മരണം, ആ സത്യം അവന്റെ തൊണ്ടക്കുഴിയിൽ അങ്ങനെ എത്തിയ ഒരു സന്ദർഭം. വഖീല മൻ റാഖ് വവന്ന അന്നഹു ഫിറാഖ്. ആ സമയത്താണ് അവന് മനസ്സിലായത്, ഉറപ്പായത് സത്യമാണ് കേട്ടോ, ഞാനിവിടെ ആസ്വദിച്ച് ആനന്ദിച്ചു കഴിഞ്ഞു. വവന്ന അന്നഹു ഫിറാഖ്. എന്റെ വേർപാട് യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്റെ കണങ്കാലുകൾ ഇങ്ങനെ ആ മരണ വെപ്രാളത്തിൽ ഇങ്ങനെ പടയാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയാണ്, നമ്മൾ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജ്ലിൻ. പഠിച്ചോനെ, കുറച്ചുകൂടി സമയം കൊണ്ട്, കുറച്ച് സമയം കൂടി കൊണ്ട്, അഖർതനി ഇലാ അജ്ലിൻ കരീം ഫഅസ്തഖ. ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയുകയാണ്, ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയുന്നു. ഫഅസ്തഖ വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ സാലിഹായ ഒരു മനുഷ്യനായി ജീവിക്കും. കുറച്ച് സമയം കൂടി കൊണ്ട്, കുറച്ച് സമയം കൂടി കൊണ്ട്. എന്റെ ബാങ്കിൽ കുറെ അക്കൗണ്ട് ഉണ്ട്, കുറെ പൈസ ഉണ്ട്, കുറെ സമ്പത്തുണ്ട്. ഞാൻ ഇതുവരെ സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പള്ളിക്ക് ഞാൻ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സദഖകൾ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് സമയം കൂടി കൊണ്ട് ഞാൻ ജമാഅത്തിലൊക്കെ ഒന്ന് കൃത്യമായി പങ്കെടുക്കട്ടെ, ഞാൻ നിസ്കരിക്കട്ടെ, ഞാൻ കൃത്യമായി ഇബാദത്ത് ചെയ്യട്ടെ. ആ സമയത്ത് അല്ലാഹ് പറയും, അല്ലാഹ് പിന്തിപ്പിക്കൂല. ഒരു മനുഷ്യന്റെ അജലെത്തിയാൽ, അവധിയെത്തിയാൽ ഒരു പിന്നോട്ടുള്ള പോകില്ല. അവിടെ വെച്ച് അല്ലാഹ് മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. 9 മാസം കഴിഞ്ഞപ്പോ അല്ലാഹ് നമ്മെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ മറ്റൊരു ലോകത്തേക്ക് ആ അവധി എത്തിയാൽ അല്ലാഹ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഈ യാഥാർത്ഥ്യവുമായി മനുഷ്യൻ ഗർഭാശയത്തിൽ നിന്ന് വന്നതുപോലെ ഖബർ എന്ന് പറയുന്ന ഒരു ഇടുങ്ങിയ ലോകത്തേക്ക് വീണ്ടും മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ ഖബറിലേക്ക് യാത്ര പോവുകയാണ്. നമ്മളങ്ങ് പോകുമ്പോ നമ്മുടെ കൂട്ടുകാരും കുടുംബക്കാരൊക്കെ വരും, നമ്മുടെ ഉറ്റ പ്രിയപ്പെട്ടവർ വരും, നമ്മുടെ ചങ്കുകൾ വരും നമ്മളെ കാണാൻ. അവര് വന്ന് അതുവരെ നമ്മളുടെ കൈപിടിച്ച് തമാശകൾ പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ചവർ നമ്മളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിശബ്ദരായി നിൽക്കും. അധിക സമയമൊന്നുമില്ല. നമ്മളുണ്ടാക്കിയ കൊട്ടാരങ്ങളുണ്ട്, നമ്മളുണ്ടാക്കിയ വീടുകളുണ്ട്,
നമ്മൾ തിരിയുന്ന റൂമുകളുണ്ട്, റിമോട്ടിൽ തിരിയുന്ന റൂമുകളും എല്ലാം നമ്മൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ കിടക്കാൻ നമുക്ക് അധിക സമയമല്ല. വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടുകാരും കുടുംബക്കാരും കൂടി നമ്മളെ കൊണ്ടുപോവുകയാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യന്റെ ഉദാഹരണം ഇങ്ങനെയാണ്. 3 ഉദാഹരണങ്ങൾ റസൂലുള്ള പറഞ്ഞു. മനുഷ്യനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ മനുഷ്യന്റെ ഉദാഹരണം ഏതുപോലെയാണ്? 3 സുഹൃത്തുക്കളെ പോലെയാണ്. ആരാണ് ആ 3 സുഹൃത്തുക്കൾ? ഒന്ന് മാലിഹി, അവന്റെ ധനമാണ് എന്ന്. രണ്ടാമത്തേത് അവന്റെ അഹിലിഹി, അവന്റെ കുടുംബക്കാരാണ് എന്ന്. അമലിഹി, മൂന്നാമത്തേത് അവന്റെ അമലാണ് എന്ന്. എന്നിട്ട് പറഞ്ഞു, അവനിങ്ങനെ തുണി പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ അവന്റെ ഒന്നാമത്തെ സുഹൃത്തുണ്ടല്ലോ, അവന്റെ മാല്, അവന്റെ ധനം, അത് അവനോട് പറയും, അനമഴക്ക, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, നിന്റെ ബിസിനസ്സിൽ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, നിന്റെ കച്ചവടത്തിൽ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, എല്ലാ സമയത്തും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നീ മരിച്ചു, ഞാൻ നിന്നോടൊപ്പമില്ല, ഞാൻ നിന്നോടൊപ്പവും നീ എന്നോടൊപ്പവുമില്ല, വിട്ടു. നമ്മള് കയ്യിലാകെ 3 ലക്ഷം തുണിയുള്ളൂ. അങ്ങനെ ആ സ്വത്ത് നമ്മളിൽ നിന്ന് പോയി. ജീവിച്ചിരിക്കുമ്പോ ദാനം ചെയ്യാൻ കഴിഞ്ഞില്ല, ജീവിച്ചിരിക്കുമ്പോ കൊടുക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ബോധം വന്നപ്പോ റസൂൽ ചോദിച്ചു, തന്റെ ചുറ്റുപാടും തന്റെ ഭാര്യമാരും തന്റെ മക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ റസൂൽ ചോദിച്ചത്, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞ 7 സ്വർണ്ണനാണയം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളത് ദാനം ചെയ്തില്ലേ? അവര് പറഞ്ഞു, റസൂലെ മറന്നുപോയി. പൊട്ടിക്കരയുന്ന റസൂൽ ഈ 7 സ്വർണ്ണനാണയം വെച്ച് ഈ മുഹമ്മദ് അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെ ഹാജരാകും? ഇവിടെയാണ് മനുഷ്യന്റെ സുഹൃത്ത് മനുഷ്യനോട് പറയുന്നത്, ഞാനില്ല കേട്ടോ ഇതിന്റെ കൂടെ. രണ്ടാമതായി അവന്റെ സുഹൃത്ത് അവന്റെ അഹിലുകളാണ്. ആ അഹിലുകളൊക്കെ അവനോടൊപ്പം പോകുന്നുണ്ട്. അവന്റെ ഏറ്റവും ചങ്കായ ആളുകൾ മയ്യത്തിന്റെ മുന്നിൽ പിടിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തുണിയിൽ പള്ളിയിലെത്തിയിട്ടുണ്ട്, പള്ളിയിലെത്തി നിസ്കരിച്ചിട്ടുണ്ട്, ഖബർസ്ഥാനിലെത്തിയിട്ടുണ്ട്. ഖബർസ്ഥാനിലെത്തിയപ്പോ അവന്റെ അഹിലുകാർ അവനോട് പറയും, അനമഴക്ക, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. പക്ഷെ ഏതുവരെയാണ്? ആ മരം വരെ, ആ ഖബറിന്റെ അടുത്തുള്ള ഒരു ചെറിയ ചെടിയുണ്ട്, ആ ചെടിയുടെ അടുത്ത് വരെ ഞാനുള്ളൂ. എന്റെ ഖബറിൽ കിടക്കാൻ എന്നെ കിട്ടൂല. ഞാൻ നിന്റെ ചങ്കായിരുന്നു, ഞാൻ നിന്റെ ഭാര്യയായിരുന്നു, ഞാൻ നിന്റെ ഭർത്താവായിരുന്നു, നിന്റെ വാപ്പയായിരുന്നു, മക്കളായിരുന്നു, കുടുംബക്കാരായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ ഞാൻ ആ ഖബർസ്ഥാനിലെ ആ ശജറത്ത് വരെ ഞാൻ ഉണ്ടാകും. പിന്നെ കിടക്കേണ്ടത് നീ മാത്രമാണ്. മൂന്നാമത്തെ അവന്റെ ഒരു സുഹൃത്തുണ്ട്, അവന്റെ അമല്. ആ അമൽ അവരോട് പറയും, അനമാക്കാം, ഞാനുണ്ട് കേട്ടോ നിന്റെ കൂടെ. നീ ജീവിച്ചിരിക്കുമ്പോ നിന്റെ കൂടെ ഞാനുണ്ട്. നീ മരിച്ചപ്പോഴും നിന്റെ കൂടെ ഖബറിൽ കിടക്കാൻ നിന്റെ സമ്പത്തില്ല, നിന്റെ ചെങ്കുകളില്ല, നിന്റെ മക്കളില്ല, ആരുമില്ല. പക്ഷേ നീ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ, നീ ചെയ്തിട്ടുള്ള സൽപ്രവർത്തനങ്ങൾ, നീ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും, അത് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ആ നന്മകളുമായി നിനക്ക് കിടന്നുറങ്ങാം. ഏതുപോലെ? ഒരു മണവാട്ടിയെ പോലെ മലക്കുകളുടെ ആശീർവാദനം ഏറ്റുകൊണ്ട് നിനക്ക് ഈ ഖബറിൽ കിടന്നുറങ്ങാം. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ ദാനധർമ്മങ്ങൾ, നമ്മളുടെ സദഖകൾ, നമ്മളുടെ സൽപ്രവർത്തനങ്ങൾ. ആ സൽപ്രവർത്തനങ്ങൾ നമ്മളോടൊപ്പം നമ്മളുടെ ഖബറിലേക്ക് വരുന്നുണ്ടോ? അവസാന നാട് ഇതുക്കും നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഒരു ജീവിതം, ബർസഖിയായ ജീവിതം അങ്ങനെ അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കുമ്പോഴാണ് കുറെ കാലം കഴിഞ്ഞ് നമ്മൾ വിശാലമായ മത്സരയിലേക്ക് ചെല്ലുന്നത്. ഈ ലോകം അന്ന് അവസാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഖുറൈശികളുടെ എത്തുന്ന സന്ദർഭമുണ്ട്. ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങൾ മരണശേഷം അള്ളാഹു നിങ്ങളെ പുനർജീവിപ്പിക്കും. ഖുറൈശികൾ റസൂലുള്ളാഹിനെ കളിയാക്കി, അവർ ഖബറുകൾ മാന്തി, എന്നിട്ട് മരിച്ചുപോയ മനുഷ്യന്മാരുടെ എല്ലുകൾ കൊണ്ടുവന്നു, അത് പൊടിയാക്കി ഊതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദേ, ഈ എല്ലുകളെ എങ്ങനെയാണ് നിന്റെ അല്ലാഹ് ജീവിപ്പിക്കുക? ഖുർആൻ അതിന്റെ മറുപടി പറഞ്ഞു,
മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ അവരെ എതിരികളെ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയുകയില്ലെന്ന്? മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വിരൽ തുമ്പുകളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ് അല്ലാഹ്. കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ലോകത്ത് അവരുടെ ഓരോരുത്തരുടെയും വിരലടയാളം വ്യത്യസ്തമാണ്. നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അത് ഓണാക്കണമെങ്കിൽ നമ്മളുടെ വിരലുകൾ അമർത്തണം. നമ്മുടെ ഉമ്മാന്റെ വിരലമർത്തിയാൽ, നമ്മളുടെ ഭാര്യയുടെ വിരലമർത്തിയാൽ, മക്കളുടെ വിരൽ വെച്ചാൽ അത് ഓണാകുകയില്ല. നമ്മളുടെ കമ്പ്യൂട്ടറുകൾ, നമ്മളുടെ ഐഫോണുകൾ, നമ്മളുടെ ലാപ്പുകൾ, നമ്മളുടെ വീടിന്റെ ഡോറുകൾ പോലും പലപ്പോഴും നമ്മളുടെ വിരലുകൾ പതിയുമ്പോഴാണ് തുറക്കുന്നത്. നിങ്ങളുടെ വിരൽപ്പൊടികളെ പോലും ഇങ്ങനെ ക്രമീകരിക്കാൻ കഴിവുള്ള അല്ലാഹ്ക്ക് നിങ്ങളുടെ നുറുമ്പിയ എല്ലുകളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ഭൂമി നശിക്കും, ഈ പ്രപഞ്ചം നശിക്കും. ലോകത്ത് വലിയ യുദ്ധം നടക്കുകയാണ്. എന്താ യുദ്ധത്തിന്റെ പ്രധാന കാരണം? ലോകത്തെ നശിപ്പിക്കുന്ന, ഒരു നാടിനെ നശിപ്പിക്കുന്ന അണുബോംബ്. അത് ഞങ്ങൾക്ക് മാത്രം മതി. ഒരു അണുബോംബ് ഒരു നാട്ടില് വീണാൽ അതെങ്ങനെയായിരിക്കുമെന്ന് AI ക്യാമറകളിലൂടെ നമുക്ക് ഇമേജ് ചെയ്ത് കാണാൻ സാധിക്കും. ആ നാട് മുഴുവനും നശിച്ചു പോകും. എന്നാൽ ഇതാ പറയുന്നു, ഈ ഭൂമിയെ, ഈ ആകാശത്തെ, ഈ പ്രപഞ്ചത്തെ, സൂര്യനെ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികളെല്ലാം സൃഷ്ടിച്ച അല്ലാഹ് പറയുന്നു, നിങ്ങൾക്ക് ആണവശക്തി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ അല്ലാഹുവിന് ഈ പ്രപഞ്ചത്തെ മുഴുവനും നശിപ്പിക്കാൻ കഴിയും കേട്ടോ. അങ്ങനെ നശിപ്പിക്കപ്പെടുമ്പോ നിങ്ങൾ ആകെ അസ്വസ്ഥരാകും. ഒരു യുദ്ധം വന്നപ്പോ, ഒരു മിസൈൽ വന്നപ്പോ, ഒരു ഡ്രോൺ വീണപ്പോ മനുഷ്യന്മാരൊക്കെ ഓടി ഒളിക്കുകയാണ്. കുട്ടികളും വൃദ്ധന്മാരും പ്രായം ചെന്നവരും യുവാക്കളും ഒക്കെ ബങ്കറുകളിൽ ഓടിയൊളിക്കുകയാണ്. എന്നാൽ ഒരു ബങ്കറുകളിലും ഓടിയൊളിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം വരുന്നുണ്ട്. ഖുർആൻ അതിന്റെ ഭയാനകതയെ കുറിച്ച് പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിയപ്പോൾ നമ്മൾ പോലും അസ്വസ്ഥരാണ്. എന്നാൽ അതിനേക്കാൾ അസ്വസ്ഥമായ ഒരു നാശം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. തദ്ഖുലു കുല്ലു മുർദിയത്തിൻ അമ്മാ അർളത്ത് വതദഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ വതറന്നാസ സുഖാറാ വമാ ഹും ബിസുഖാറാ വലകിന്ന അദാബുല്ലാഹി ശദീദ്. ഖുർആൻ ആ ഭയാനകതയെ കുറിച്ച് പറയുന്നു. ബങ്കറിലേക്ക് ഓടുന്ന കാഴ്ച കണ്ട്, കരയുന്ന കുട്ടികളുടെ കണ്ണുനീര് കണ്ട്, പിഞ്ചോമനകൾ വലിച്ചു വീഴുന്നത് കണ്ട് നമ്മൾ ബേജാറാകുന്നുണ്ട്. എന്നാൽ ഖുർആൻ പറയുന്നു അതിലും വലിയൊരു ബേജാറുണ്ടോ. എല്ലാ ഗർഭിണികളും പ്രസവിച്ചു പോകുന്ന ഒരു സന്ദർഭം, എല്ലാ മുലയൂട്ടുന്ന സ്ത്രീകളും തങ്ങളുടെ കുട്ടികളെ കുറിച്ച് അശ്രദ്ധമായി പോകുന്ന ഒരു സന്ദർഭം. മാത്രവുമല്ല, ജനങ്ങൾ മുഴുവനും സുഖാറ, അലസരായി, ലഹരി ബാധിച്ചതുപോലെ ഒരു അന്തവുമില്ലാതെ നടക്കുന്ന ഒരു സന്ദർഭം. അങ്ങനെയുള്ള ഒരു അവസ്ഥ മനുഷ്യർക്ക് വരും. ഈ ഭൂമി ആകെ നശിക്കും. ഈ ഭൂമിയല്ലാതെ ഒന്നുമല്ലാതായി മാറും. ഇവിടുത്തെ മരങ്ങളും, ഇവിടുത്തെ മനുഷ്യരും, ഇവിടുത്തെ മൃഗങ്ങളും, ഇവിടുത്തെ കൃമികീടങ്ങളും എല്ലാം നശിച്ച് ഇവിടെ ഒന്നുമില്ലാതെ അല്ലാഹുവും അവന്റെ മാലാഖമാര് മാത്രം ബാക്കിയാവുന്ന ഒരു ദിവസം വരും. അന്ന് ഖബറിൽ കിടന്ന നിങ്ങള് പുനർജീവിക്കപ്പെടും. ഓരോ മനുഷ്യരും അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരും. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് വരും. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ എങ്ങനെയാണ് അല്ലാഹു മനുഷ്യരെ പുനർജീവിപ്പിക്കുന്നത്? വേനൽക്കാലത്ത് ഒട്ടകങ്ങൾ പോകുന്ന, കുതിരകൾ പോകുന്ന പൊടിപാറ്റിയ മൈതാനം ഒരു മഴ പെയ്യുമ്പോൾ അവിടെ പുല്ലുകൾ മുളച്ചു വരുന്നു, അവിടെ ചെടികൾ മുളച്ചു വരുന്നു. അതുപോലെ എല്ലാം നശിച്ചതിന് ശേഷം നിങ്ങൾ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നുമല്ലാതിരുന്ന, ഒരു വസ്തുവുമല്ലാതിരുന്നു. 60 വയസ്സുള്ള, 50 വയസ്സുള്ള, 70 വയസ്സുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. 71 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ഉണ്ടായിരുന്നോ? ഇല്ല. അതുപോലെ ഒന്നുമില്ലാത്തൊരു ലോകത്ത് അല്ലാഹ് നമ്മളെ പുനർജീവിപ്പിക്കുകയാണ്. നമ്മൾ അങ്ങനെ വന്നു. ഓരോരുത്തരും ഓരോരുത്തരുടെ ഹാലുകളുമായി ആലോചിച്ചുകൊണ്ട് പ്രാണപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലാണ് നമ്മളുടെ രേഖകളുമായി റഖീബും അത്തീദും നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മളുടെ രേഖകളായ സിജ്ജീനും എലീനുമായിട്ട് റഖീബും അത്തീദും നമ്മളുടെ അടുത്തേക്ക് നമ്മളുടെ രേഖകളുമായി വരുന്നു. ഖുർആൻ പറയുന്നു, ആ സമയത്ത് ചില മുഖങ്ങൾ ഉണ്ടാവും,
ചില മുഖങ്ങൾ ഇങ്ങനെ പ്രശോഭിതമായി ആകാദിച്ചുകൊണ്ട് ചില മുഖങ്ങൾ ഉണ്ടാകും. എന്നാലോ ചില മുഖങ്ങളാകെ വെപ്രാളപ്പെട്ട് ബേജാറായി ചുളിഞ്ഞ് പ്രയാസപ്പെടുന്ന മുഖങ്ങൾ ഉണ്ടാകും. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ സന്ദർഭത്തിൽ നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും മുഖങ്ങൾ നാവ്യവത്തായി പ്രശോഭിതമായിരിക്കണം. ആ നരകം, ആ സ്വർഗം അത് യാഥാർത്ഥ്യമാണ് എന്ന ബോധമാണ് നോമ്പ് നോൽക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്, ഖിയാമുൽ ലൈൽ നമ്മളെ പ്രേരിപ്പിച്ചത്. രാത്രികാലങ്ങളിൽ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന, നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് അല്ലാഹുവിന്റെ റസൂല് രാത്രിയിൽ ദീർഘനേരം നമസ്കരിച്ചിട്ട് ആരും കാണാതെ, ആരും കേൾക്കാതെ, ആരും അറിയാതെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് പറയുന്നു. അന്നാറു ഹഖ്കുൻ, അൽ ജന്നത്തു ഹഖ്കുൻ, അന്നബിയുന ഹഖ്കുൻ. മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു, വരാനിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, വരാനിരിക്കുന്ന ഒരു നരകമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഞാൻ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ രുചി എല്ലാ മനുഷ്യരും അറിയുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാളിലെത്തുമ്പോ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ആ സമയത്ത് ആ വെപ്രാളത്തിൽ നിന്ന്, ആ നരകത്തിൽ നിന്ന് ആർക്ക് മോചിതനാകാൻ കഴിഞ്ഞോ അവൻ വിജയിച്ചു. മനുഷ്യരെ, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വഞ്ചിക്കുന്ന കുറെ വിഭവങ്ങളാണ്. ആ വിഭവങ്ങളിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അള്ളാഹുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ജീവിതം ഒരുപാട് ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു പോകേണ്ടതാണ്. വെറുതെയല്ല നമ്മളുടെ ജീവിതം, വെറുതെയല്ല അല്ലാഹു സൃഷ്ടിച്ചത്. ഈ ലോകത്തെ എല്ലാറ്റിനെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ള ബുദ്ധി നൽകി, ആലോചനാശേഷി നൽകി, എല്ലാം നൽകി, എല്ലാ ശക്തിയും നൽകി, നമ്മളെക്കാൾ വലിയ ജീവജാലങ്ങളെ പോലും കീഴ്പ്പെടുത്താനുള്ള ബുദ്ധിയും ശേഷിയും നൽകി അല്ലാഹ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തിന്നും കുടിച്ചും കളിച്ചും രമിച്ചും അങ്ങനെ ജീവിച്ചു പോകാനല്ല. അല്ലാഹുവിൽ വിശ്വസിച്ച് അവന്റെ വിശാലമായ സ്വർഗത്തിൽ കടന്ന് അവിടെ സന്തോഷത്തോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. നന്മകൾ ചെയ്തുകൊണ്ട്, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, പാപമോചനം ചെയ്തുകൊണ്ട് നല്ല മനുഷ്യരായി ശുദ്ധരായി ഈ ലോകത്ത് ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുമായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊപ്പം പോലെ ഉപദേശിക്കുകയാണ്. റമളാൻ അതിന്റെ അവസാനം എത്തിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി. ചെയ്തു തീർക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാകാം, കൊടുത്തു തീർക്കേണ്ട ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകാം, കൊടുത്തു തീർക്കേണ്ട ഒരുപാട് സദഖകൾ ഉണ്ടാകാം, സകാത്തുകൾ ഉണ്ടാകാം, നിർബന്ധദാനവും ഐച്ഛികദാനവുമായി അതിനേറെ പുണ്യമുള്ള സന്ദർഭമാണ്. സഹോദരങ്ങളെ, നമ്മൾ ചെയ്തു തീർക്കേണ്ടത് നമ്മൾ ചെയ്തു തീർക്കേണ്ട സമയത്ത് തന്നെ ചെയ്തു തീർക്കണം. പിന്നീടൊരു അവസരം അല്ലാഹ് നമുക്ക് നൽകണമെന്നില്ല. കിട്ടിയ സന്ദർഭം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇന്ന് പ്രധാനമായി നമുക്ക് പറയാനുള്ളത് നമ്മുടെ പള്ളിയുടെയും ദഅവയുടെയും ഫണ്ടാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒരു വർഷം നമ്മുടെ പള്ളി ഇതുപോലെ നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോകാൻ ഏകദേശം 8 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. പ്രത്യേകമായ വരുമാനങ്ങളൊന്നുമില്ല എന്ന് നമുക്കറിയാം. ഈ പള്ളി എന്ന് പറയുന്നത് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നമസ്കരിക്കാനൊക്കെ ഒരുപാട് ആളുകൾ നമസ്കരിക്കുന്ന ഒരു പള്ളിയാണ്. അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്. അതോടൊപ്പം വലിയ പുണ്യവും നിറഞ്ഞൊരു സംഗതിയാണ്. മൻബന മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. പള്ളി നിർമ്മിച്ചാൽ അല്ലാഹ് നിങ്ങൾക്ക് പരലോകത്തിൽ ഒരു പള്ളി നിർമ്മിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പള്ളിയുടെ സംരക്ഷണവും അങ്ങനെയാണ്.
ഈ റമദാനിൽ അതിൻ്റെ പുണ്യവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി അതിന് നമ്മൾ സംഭാവന. ഇന്ന് നമുക്ക് അതിനു വേണ്ടിയുള്ള നമ്മുടെ ദൈവത്തിൻ്റെയും പള്ളിയിലേക്ക് സംഭാവനയ്ക്കുള്ള സമയമാണ്. പുറത്തതിനുള്ള കൗണ്ടറുകളുണ്ട്. കാര്യമായി തന്നെ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ മദ്രസ ഇപ്പൊ 60 കുട്ടികൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. വളരെ വ്യവസ്ഥാപിതമായി 7 അധ്യാപകരുണ്ട്, നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കുട്ടികളെ ചേർക്കാനുള്ളവർ ഇന്ന് സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും അതിന്റെ കൗണ്ടറുണ്ട്. പേര് രജിസ്റ്റർ ചെയ്യുന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 1 മുതൽ 7 വരെയാണ് മദ്രസ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. അതിലേക്കുള്ള അഡ്മിഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഫിത്ർ സക്കാത്ത് അത് 180 രൂപയാണ് ഒരാളുടെ ഫിത്ർ സക്കാത്തിന്റെ സംഖ്യ. നിർബന്ധദാനമാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ച നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് 15-ാം തീയതി ഞായറാഴ്ചക്കുള്ളിൽ എല്ലാവരും അത് എത്തിക്കണം. കാരണം ഫിത്ർ സക്കാത്തിന്റെ പണം കിട്ടിയാൽ അത് എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ട് അത് പെരുന്നാളിന്റെ മുമ്പ് തന്നെ അത് മുഴുവനും അതിന് അരി വാങ്ങി അത് പാവപ്പെട്ട ആളുകൾക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് അതിന്റെ കണക്ക് നേരത്തെ കിട്ടണമെന്ന് പറയുന്നത്. പെരുന്നാൾ കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്തിന്റെ യാതൊരു മൂല്യമില്ല. പെരുന്നാളിന്റെ മുമ്പെയാണ് അത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത് എല്ലാവരും ഉത്തരവാദിത്വത്തോടുകൂടി അത് വേണ്ടപ്പെട്ട ആളുകളെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ഉറപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഈദ്ഗാഹ് 7:30 സാധാരണ നമ്മൾ നടത്തുന്ന നമ്മുടെ പള്ളിയുടെ ഭാഗത്തുള്ള സ്ഥലത്ത് വെച്ചാണ് ഈദ്ഗാഹ് നടക്കുന്നത്. എല്ലാവരും മുസല്ലയുമായി കൃത്യസമയത്ത് തന്നെ ഈദ്ഗാഹിൽ എത്തിച്ചേർന്ന് പ്രത്യേകം ഉറപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അല്ലാഹു പുറത്തുമാക്കി ചെയ്യുമാറാകട്ടെ. ഇനിയും റമദാനിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനും ഇതുപോലെ ചുമതലകളിൽ പങ്കെടുക്കുവാനും റമദാനിന്റെ പുണ്യം പൂർണ്ണമായി കിട്ടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സദഖകളും, എല്ലാ ദാനധർമ്മങ്ങളും, എല്ലാ ഇബാദത്തുകളും, എല്ലാ സൽപ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുകയും റയ്യാൻ എന്ന കവാടം നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന ഒരു പ്രത്യേകമായ അനുഭൂതി ആസ്വദിച്ചുകൊണ്ട് സ്വർഗീയ കവാടങ്ങളിലൂടെ കടന്നു പോകാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുവാനാവട്ടെ. നമ്മിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുവാനാവട്ടെ. അല്ലാഹു والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم